LDF ഭരണത്തിൽ വന്നാൽ ആരാണ് മുഖ്യമന്ത്രിയാവുക എന്ന ചോദ്യം പരക്കെയുണ്ട്. VS അച്യുതാനന്ദൻ പിണറായിക്ക് വേണ്ടി വഴിയൊഴിഞ്ഞു കൊടുക്കണമെന്ന് ശാരദ ടീച്ചർ തന്നെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന് പണ്ടേ പ്രഖ്യാപിച്ചിട്ടുള്ള ഉഴവൂർ വിജയന് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിണറായിക്ക് വേണ്ടി VS ഒഴിഞ്ഞു കൊടുക്കുമോ? അല്ല, അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു വഴിമാറി കൊടുക്കുന്നേ. അതിനിപ്പോൾ എന്നാ കുഴപ്പമിരിക്കുന്നത്? ഇതിപ്പോൾ ഇന്നവർക്കൊന്നും ഇല്ലല്ലോ. അതൊക്കെ അങ്ങനെ ഓരോ ഇതിലൊക്കെ വരും. ഇതൊക്കെ ഓരോ സ്ഥാനത്ത് ഓരോ ആളുകൾ വരുമ്പോഴല്ലേ അവർ മിടുക്കന്മാരാണ്, കഴിവ് ഉള്ളവരാണ്. പിന്നെ ഇതിനൊക്കെ ഒരു നമ്മൾ പറയുന്ന പോലെയൊന്നും അല്ല. ഈ തലവരെ എന്ന് പറഞ്ഞൊരു ഇടപാടുണ്ട്. അത് വരും. അതാണ് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്നല്ലേ ശ്രീനിവാസൻ പറഞ്ഞു. അപ്പോൾ പിണറായിക്ക് തലവര നന്നല്ല എന്നാണോ? തലവര അല്ല, പിണറായിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. വിജയന്മാർക്കൊന്നും ഒരു മോശവുമില്ല. അങ്ങനെയാണ്. അത് ആ പേരിൻ്റെ ഒരു മെച്ചവും കൂടെ ഉണ്ട്. അതാണ് അച്യുതാനന്ദൻ. ദൈവത്തിൻ്റെ പേരാ. ഞങ്ങളുടെ LDFിൻ്റെ നേതാക്കന്മാർ മിക്കവാറും ദൈവത്തിൻ്റെ പേരുള്ളവരാണ്. എന്നിട്ടാണ് ഞങ്ങൾക്ക് ദൈവവിശ്വാസം ഇല്ലെന്നും പറഞ്ഞ് നടക്കും യുവമാർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ വളരെ ഉഷാറാണ്. ഒരു ജീവൻ ടോൺ കഴിച്ച ഒരു പ്രതീതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉഷാറായിട്ട് കാര്യങ്ങൾ പറയുന്നത്. എന്ത് ഉഷാറായിട്ട് എന്താ? ഉഴവൂരിന് മത്സരിക്കാൻ ഒരു സീറ്റ് പോലും തന്നില്ലല്ലോ. എന്നോട് ചോദിച്ചതാണ് എങ്ങനെ വേണം, അവിടെ മത്സരിക്കുന്നു ഇവിടെ മത്സരിക്കുന്നു. ഞാൻ പറഞ്ഞു മത്സരിക്കുകയല്ലോ, സീറ്റിന് വേണ്ടി മത്സരിക്കാൻ അല്ലെങ്കിൽ സീറ്റിന് വേണ്ടി മരിക്കാൻ ഓടി നടക്കില്ല. LDFിന് വേണ്ടി മരിക്കാൻ തയ്യാർ എന്ന് പറഞ്ഞവനാ ഞാൻ. അറിയാം, അവർ തന്നെ ഞെട്ടിപ്പോയി. അതാണ് ഇന്നും അങ്ങനെയുള്ള ആളുകളുണ്ടോയെന്ന് ചോദിച്ചാൽ അത് എനിക്കേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറയാൻ. അത് നമുക്കറിയില്ലേ. മറ്റൊരു കാര്യം കൂടി കേട്ടു. സോണിയാഗാന്ധിയെയും PK ജയലക്ഷ്മിയെയും ഒന്നും പ്രചാരണത്തിനിടെ ആക്രമിക്കേണ്ട എന്ന് തീരുമാനിച്ചതായി. എതിരാളികൾ വനിതകളാണെങ്കിൽ പ്രതികരിക്കേണ്ട എന്നാണോ? ഒന്നാമത് ഞാൻ ഈ വനിതകളെ ആക്രമിക്കണ്ട എന്നുള്ളൊരു നിലയാണ്. ജയലക്ഷ്മി കാര്യം അതൊരു വീട്ടിലൊരു കുടുക്ക മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെറിയ തുകയൊക്കെ കിട്ടിയാൽ അതിലിടും. മാസം തോറും പൊട്ടിച്ചു നോക്കും. 2 സാരി, ഭർത്താവിന് 2 ഷർട്ടും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. അതിനെ ഞാനൊരു വലിയ അഴിമതിക്കാരി എന്ന് വിളിക്കുന്നത് ശരിയല്ലല്ലോ. ആ മൂന്നാറിൽ ചെന്നപ്പോഴാണെങ്കിലും ആ സമരം ഒതുക്കാനായിട്ട് വിട്ടത് ഉമ്മൻചാണ്ടി ഈ കൊച്ചിനെ പെമ്പിളൈ സമരമായതുകൊണ്ടാണ് പെണ്ണുങ്ങളെ വിട്ടേക്കാവെന്ന് വെച്ചു. കുറേ നേരം അവിടെ നിന്ന് VS വന്നപ്പോൾ ആളുകളെല്ലാം അങ്ങോട്ട് പോയി. അപ്പോൾ കൊള്ളുന്ന ഒരു സ്ത്രീ വന്ന് എന്നോട് ചോദിച്ചു, ചേച്ചി ഏത് സ്റ്റേറ്റിലാണ് ജോലി ചെയ്യുന്നത്? മന്ത്രി ഏതാന്നുള്ളത് അവർക്കറിയാൻ മേല. അതുകൊണ്ട് ഞാൻ ഈ വനിതകളെ അങ്ങനെ മോശമായി അത് മന്ത്രിസഭയിൽ തന്നെ വരുമോയെന്ന് ഞാൻ ഓർത്തതല്ല. എന്നുവെച്ചാൽ വനിതകളൊക്കെ വരുമ്പോൾ ക്യാബിനറ്റിലൊരു ഇതുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. ഈ ക്യാബിനറ്റ് ആയതുകൊണ്ട് അന്നേരമാണ് അവിടെ നിന്നുള്ള ആളുകൾ പറഞ്ഞത് അമ്പെയ്ത്ത് മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയതാണ്, പേടിക്കേണ്ട കാര്യമില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അമ്പ് കയ്യിലുണ്ടല്ലോ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിനെയൊന്നും ഞാനതുകൊണ്ട് ഇവരെ ഒന്നും അങ്ങനെ ഒരു കുറ്റം ഞാൻ പറഞ്ഞില്ലേ. സരിതയെ പോലും ഞാൻ മോശമായി പറയല. ഇവന്മാർ ഈ ഫോൺ ചെയ്ത് എന്നും ഫോണല്ലേ, അത് ഒരു സ്ത്രീയല്ലേ, അത് അവസാനം വല്ല തെറ്റ് ചെയ്ത് കാണുമായിരിക്കും. ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പിന്നെ നിങ്ങളെന്നെ കൊണ്ട് അതും ഇതും പറഞ്ഞ് പിന്നെ അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കാനാണോ? എന്നെ അതിനൊന്നും കിട്ടത്തില്ല. ഞാൻ എല്ലാവരോടും ബഹുമാനത്തോടെയും, ഞാൻ പറഞ്ഞില്ലേ, അവിടെ ജയിലിൽ പോകുന്നവരെ ആണെങ്കിലും UDFിൻ്റെ നേതാക്കന്മാരെ പോയാൽ ഞാൻ പോയി കാണും. അതിനൊന്നും ഒരു വിലക്കൊന്നും പാർട്ടിയിലും ഇല്ല, മുന്നണിയിലും ഇല്ല. അത് നമ്മൾ കാണണം. അവർക്ക് കഷ്ടപ്പാട് വരുമ്പോൾ അവരെ കാണാൻ നമ്മൾ തയ്യാറാവും. ഒരു അസുഖമായിട്ട് കിടന്നാലും നമ്മൾ പോകും. ഉഴവൂർ വിജയനെ വെല്ലുന്ന പ്രസംഗങ്ങളുമായാണ് ഇത്തവണ VS ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ പോയി MM മണിക്ക് വേണ്ടി കൂടി ഒടുവിൽ പ്രസംഗിച്ചിരിക്കുന്നു. 2011 VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കയ്യേറ്റമൊഴിപ്പിക്കൽ പരിപാടി അടിയോടെ പൊളിച്ചു കളഞ്ഞ മണി ആശാന് വേണ്ടിയും വോട്ട് ചോദിച്ചു എന്ന്. തുരങ്കം വച്ചവർക്കെല്ലാം വോട്ട് തേടി ഒടുവിൽ VSന് വേണ്ടി ആര് വോട്ട് ചോദിക്കും എന്നതാണ് പേടി. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.